തൃശൂരിലെ തോൽവിക്ക് ശേഷം കോൺഗ്രസുമായി പിണങ്ങിയ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി നേതാക്കൾ. കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ മുരളീധരനെ നേരിട്ട് കണ്ട് ചർച്ച നടത്തി. മുരളീധരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ചർച്ചകളും ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. വടകരയിൽ വിജയപ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ഘട്ടത്തിലാണ് മുരളീധരന് തൃശൂരിലേക്ക് നെറുക്കുകയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഏക സീറ്റ് പൂട്ടിച്ചുവെന്ന അഭിമാനം കൊള്ളുന്ന മുരളീധരന് ബി.ജെ.പി ജയിക്കുമെന്ന് ഉറപ്പു പറഞ്ഞ തൃശൂരിലെ മത്സരപ്രവേശം വീരപരിവേഷമാണ് നൽകിയത്. എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ മുരളീധരൻ തോറ്റെന്നു മാത്രമല്ല 3ാം സ്ഥാനത്തുമായി. തുടർന്ന് മത്സരരംഗത്തു നിന്ന് എന്നേക്കുമായി പിന്മാറുകയാണെന്നറിയിച്ച് മുരളീധരൻ രംഗത്ത് വരികയും ചെയ്തു. മാത്രമല്ല തൃശൂരിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച പറ്റിയെന്ന് നേരത്തെ വിമർശനവും ഉന്നയിച്ചിരുന്നു. പിന്നീട് പരസ്യ പ്രതികരണങ്ങൾക്ക് തയ്യാറാകാതെയും കോൺഗ്രസ് നേതൃത്വവുമായി സഹകരിക്കാതെയും മുരളീധരൻ പ്രതിഷേധം കടുപ്പിച്ചതോടെയാണ് സുധാകരൻ തന്നെ നേരിട്ടിറങ്ങിയത്. ഏതു ചുമതലയ്ക്കും യോഗ്യനാണ് മുരളീധരനെന്നും അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ചർച്ചകൾ നടത്തുമെന്നും സുധാകരൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വികാരം പറഞ്ഞു, അത് സ്വാഭാവികമാണ്. അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ട്. നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട്. അതൊരു വലിയ പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അതൊരു ചെറിയ കാര്യം. പാർട്ടി ചർച്ച ചെയ്യും. ഇവിടെ ഇപ്പം ആ ഒരു തോൽവി ഉണ്ടായതിൻ്റെ അകത്ത് സംഘടനാ രംഗത്തുള്ള പല പാളിച്ചയുണ്ട്. ആ പാളിച്ചയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം നടത്തി അതിന്റെ പുറത്ത് നടപടി ഉണ്ടാകും. എന്നാൽ സമവായ നീക്കമെന്ന നിലയിൽ മുരളീധരൻ ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. തന്നെ ബലിയേടാക്കിയതിനു പകരമായി എന്ത് ഡിമാൻഡായിരിക്കും മുരളീധരൻ മുന്നോട്ടേക്ക് വെക്കുക എന്നതാണ് കോൺഗ്രസിനെ അലട്ടുന്നത്. ജനം, കോഴിക്കോട്.